നാളെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ്. എല്ലാവരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ ഇതിലിരിക്കുന്നുണ്ട്, 3 ആളും. കുട്ടികൾക്ക് ചായയും കടിയൊക്കെ വേണമെന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിയതാണ് കഴിക്കാൻ. ഞങ്ങളിനി ഇവിടെ ശുഭേൻ്റെ മേമേൻ്റെ വീടുണ്ട്, പോണ വഴിയിൽ തന്നെയാണ്. അവിടെ നിന്ന് കയറണം. ഇവിടുന്ന് മുകളിലേക്കുള്ള റോഡിനാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ ഈ സൈഡത്തെ റോഡ് ഇതാണ് ശുഭേൻ്റെ മേമേൻ്റെ വീട്. അത് കാണുന്നതാണ്. ഇതാണ് ശുഭേൻ്റെ മേമ. സർപ്രൈസാണ്, ഞങ്ങൾ അറിയാതെ വന്നതാണ്. ഞാനിങ്ങനെ ഫോൺ നമ്പർ വിളിച്ചു, നിങ്ങൾ കിട്ടണില്ലേ? ഫോണടി ഞാൻ ചാർജർ കൊണ്ടില്ല, അവിടെ ഉണ്ടാവുന്നുണ്ട് ചാർജർ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. എല്ലാവരും എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അല്ലോ കഥേനെ ഓടിക്കളിച്ചു. അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരോടും സംസാരിച്ച് നിന്നപ്പോഴാണ് രമ വല്യമ്മ വന്നത്. അമ്മേൻ്റെ 2ാമത്തെ ചേച്ചിയാണ്. അടുത്ത് നിൽക്കുന്നത് മോള് സ്മിത ചേച്ചി, മറ്റേ 2 മരുമക്കളാണ്. അപ്പോഴേക്കും അമ്മ വന്നു. ഇതാണ് ഞങ്ങളെ കല്യാണ പെണ്ണ്. പിന്നെ കസിൻസ് എല്ലാവരും കൂടി തകർത്ത് സംസാരമായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ജുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളെല്ലാവരും. പിന്നെ വേഗം സ്റ്റേജിലേക്ക് പോന്നു. രഘു വല്യമ്മ ഫസ്റ്റ് വന്നാണ്ട് സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. അവിടെ നിൽക്കുന്നത് വല്യച്ഛനാണ്, വലിയ വല്യച്ഛൻ. പിന്നെ അതിൻ്റെ അടുത്ത് പുറത്ത് മുന്നിലിരിക്കുന്ന 2 മരുമക്കൾ. അതിൻ്റെ അടുത്ത് പിന്നെ സ്മിത ചേച്ചി ഉണ്ട്. പിന്നെ അമ്മേനോട് ചിഞ്ചു വന്ന് സംസാരിക്കുന്നുണ്ട്. ചേച്ചീൻ്റെ വലിയ മോളാണ്. ഇത് അമ്മായിയും മരുമോളും ഓരോ കുട്ടിയാണ്. പിന്നെ അതൊക്കെ എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് സ്റ്റേജമ്മ മഞ്ജു കയറി. പിന്നെ ഫോട്ടോ എടുക്കലൊന്നും ചേച്ചിയും പ്രഭേട്ടനും. അമ്മേൻ്റെ അനിയത്തിയാണ് മേമ, നല്ല ഞങ്ങൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇത് ചിഞ്ചുവിൻ്റെ അവിടുത്തെ ഫാമിലിയാണ്. അതിൻ്റെ കൂടെ അമ്മച്ചനും ഇരിക്കുന്നുണ്ട്. അമ്മമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ല. ചേച്ചിയും വല്യമ്മമാരും അമ്മയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മാമേനെ കിട്ടിയിട്ടില്ല. മാമേനെ അപ്പോൾ തിരഞ്ഞു. അപ്പോൾ അതിനെ കണ്ടില്ല. അതിനെ ഒരു ഫോട്ടോ എടുത്ത് ഇറങ്ങി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ പോയാണ്ട് പിന്നെ സ്റ്റേജുമ്പോൾ നിറയെ ഡാൻസ് പാട്ട് എന്ന് പറഞ്ഞാണ്ട് അടിപൊളി പ്രോഗ്രാമായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് തകർത്തിട്ടുണ്ട്. ഇത് കസിൻസിൻ്റെ മക്കളാണ് 3 പേരും. അങ്ങനെ അവരെല്ലാവരും ആഘോഷമാക്കി സംഗീതമായിട്ട് കളറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 10 മണിയായപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അല്ല ഉണ്ണിമേമേൻ്റെ കൂടെയാണ് പറഞ്ഞാണ്ട് അതിൽ കയറി. പിന്നെ അവരുടെ കൂടെ വന്നത്. ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്. കല്യാണ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അവരെത്തിയിട്ടുണ്ട്.